ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഞാൻ ബലാനോ കേട്ടോ, മാരുതി ബലാനോ ആണ്. സ്റ്റീറിംഗ് ടൈറ്റ് ആണ്, കസ്റ്റമർക്ക് സ്റ്റീറിംഗ് ടൈറ്റ് ആണ്. അതുകൊണ്ടോ ഇതിങ്ങനെ വിട്ട് 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 പിടിച്ചിട്ടാണ് പോണത്. ഇതിൽ ചെറിയ ടൈറ്റ് ആണ്. മുന്നേ വണ്ടി ഉണ്ടായിരുന്നു, നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ചെറിയ ടൈറ്റ് ആണു. അപ്പൊ ബലാനൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് ആണ്, മാരുതിന്റെ ബലാനൊക്കെയുള്ള കംപ്ലൈന്റ് ആണ് ഈ സ്റ്റീറിങ്ങിനെ വിട്ട് 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 പോണത്. അപ്പൊ അതിന് ചെയ്യാനുള്ളത് ഈ കോണം ഫുള്ളായിട്ട് അയക്കണം. അതിൻ്റെ ഉള്ളൊരു ഗിയർ ഉണ്ട്. അപ്പൊ ആ ഗിയർ അയച്ചിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണം. പഴയ ഗ്രീസൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ട് പുതിയ ഗ്രീസ് സെറ്റൊക്കെ സെറ്റാക്കണം. പിന്നെ ഇത് അയക്കണമെന്നുണ്ടെങ്കിൽ എയർ ബാഗിലാണ്. അപ്പം എയർ ബാഗ് അയക്കണം. പിന്നെ ഇതാ ഇവിടുത്തെ കുറേ ഗാർണിഷും കാര്യങ്ങളൊക്കെ അയക്കണം കേട്ടോ. കഴിച്ചതിന് ശേഷം ഈ കോളം ഇത് ഇവിടുന്ന് അയക്കണം. ഈ മോട്ടറിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതുണ്ട്, ഗിയറുണ്ട്. ഗിയറിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമുക്ക് അഴിക്കാനുള്ളത് എയർ ബാഗ് അയക്കണം. അതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് സ്പ്രിങ് ഉണ്ടാവുകൊണ്ട് എയർ ബാഗ് അയച്ച് മാറ്റണം. ക്ലോക്ക് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റിയേക്കണം. അപ്പോൾ എയർ ബാഗ് ആദ്യം അയക്കണം. എയർ ബാഗ് അയക്കാൻ തന്നെ കൊച്ചു ചടങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാഗ് കൂടെ കുത്തിയെടുക്കണം. അത് ഞാൻ ലാസ്റ്റ് അയച്ചിട്ടുണ്ട്, എവിടെ കുത്തുണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ എയർ ബാഗ് അയച്ച് തീർക്കട്ടെ. അപ്പം ഇവിടുത്തെ കവറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കവറും കാര്യങ്ങൾ വെച്ചിട്ട് അതിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ കഴിക്കുക. അപ്പോൾ അടിയത്തെ കവർ എടുക്കാൻ പറ്റും. മുകളിലത്തെ കവറിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അതിന് ശേഷം അത് അയക്കുക. എന്നിട്ട് നമുക്ക് കണക്ട് വെച്ചിട്ട് ഇവിടുന്ന് തിക്കെടുക്കണം. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് വെച്ചിട്ട് തിക്കെടുക്കാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി സിമ്പിളായിട്ട്. അപ്പം ആദ്യം എയർ ബാഗ് ഒന്ന് അയച്ചെടുക്കട്ടെ. അപ്പോൾ അതൊക്കെ അയക്കുന്നതിന് മുന്നേ ബാറ്ററിന്റെ മൈനസ് ഊരാൻ മറക്കരുത്. അത് ആദ്യം അയച്ച് മാറ്റി വെക്കുക, എയർ ബാഗ് അയക്കേണ്ടതുകൊണ്ട്. അപ്പോൾ ഹോൺ പാഡ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ബാക്കിലെ ഹോള് ഞാൻ കാണിച്ചു കേട്ടോ. നേരെ ബാക്കിൽ വരണം, കണക്ട് എടുത്തിട്ട് കുത്തിയേക്കാമല്ലോ കേട്ടോ. ബാക്കിലൊരു 3-4 ഹോൾ ഉണ്ടായിരിക്കും. അതിലെ സെൻട്രലിലെ ഹോളിലാണ് നമുക്ക് കണക്ട് ഇടേണ്ടത്. ഈ ഹോളൊന്നല്ല, ഈ ഒരു ഹോളിലാണ് ആ കണക്ട് ഇട്ടിട്ട് ആ ഒരു ലോക്ക് തിക്കേണ്ടത് കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡുണ്ടായിരിക്കും. അതാ ഞാൻ ഓൺ പാഡ് അയച്ചിട്ടുണ്ട്. അതാ ഒരു ഹോളുണ്ടോ, ആ ഹോളിൽ കൂടെയാണ് കണക്ടർ വരിക കേട്ടോ. ഇതിലാണ് കണക്ടർ വരിക. ആ കണക്ടർ വന്നിട്ട് നമ്മളെ ഹോൺ പാഡിൽ ഒരു കമ്പി കഷ്ണം ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ആവും. ആ സമയത്ത് ആ ലോക്കിന്ന് വിടുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഹോൺ പാഡ് അയക്കേണ്ട ഒരു ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞൊരു വീഡിയോ വേറെ ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മൾ ഹോൺ പാഡ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി സ്റ്റിയറിംഗ് വീൽ അയച്ചെടുക്കണം. സ്റ്റിയറിംഗ് വീൽ അയച്ചെടുക്കുകയാണെങ്കിൽ 15-ൻ്റെ നെട്ടുണ്ടായിരിക്കും. അത് അയച്ചെടുക്കുക, സെൻറ്ററിലെ നെട്ട് അയച്ചെടുക്കുക. അതിനുശേഷം ആ ക്ലോക്ക് സ്പ്രിങ്ങിന് ആ ഒരു സോക്കറ്റും അഴിച്ച് മാറ്റിയേക്കാം കേട്ടോ. ആ സ്റ്റീറിങ്ങിലേക്കുള്ള കൺട്രോൾ ഉണ്ടല്ലോ, സ്റ്റീരിയോൻ്റെ കൺട്രോളും കാര്യങ്ങൾക്കുള്ള ലൈനാണ് അപ്പോൾ അഴിച്ച് മാറ്റിയിട്ടുള്ളത്. അത് മാറ്റിയേക്കുക. പിന്നെ സെൻറ്ററിലെ നെട്ടിന്ന് അഴിക്കുക. അപ്പോൾ അത് അഴിച്ചതിന് ശേഷം സ്റ്റീറിങ്ങിൻ്റെ വീല് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ സ്റ്റീറിംഗ് ബോക്സിലേക്ക് പോകുന്ന റാഡ് അതിൻ്റെ ബോൾട്ട് അഴിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാഡ് ഉണ്ടായിരിക്കും. ആ പാഡൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും സ്റ്റീറിംഗ് ബോക്സിലേക്ക് പോകുന്നത്, കോളത്തിൽ നിന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ 12-ൻ്റെ ബോൾട്ട് അഴിച്ച് മാറ്റുക. അടിയത്തെ ബോൾട്ട് അഴിച്ച് മാറ്റാം. പിന്നെ സ്ലൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ബോൾട്ട് ലൂസ് ചെയ്യുമ്പോൾ കേട്ടോ. മുകളിലത്തെ ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സ്ലൈഡ് ചെയ്തിട്ട് മുകളിൽ പൊക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 12-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീറിംഗ് വീലൊന്ന് പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് ഞെട്ട അവിടെ നിന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് 2 തട്ട് കൊടുക്കണം. 2 തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇളകിയിട്ടുണ്ട്. ഞാൻ ഞെട്ട് ഊരിയെടുക്കുക. അതിന് ശേഷം സ്റ്റീറിംഗ് വീലൊന്ന് മാറ്റി വയ്ക്കുക. സെൻറ്റർ ആവണം കേട്ടോ. ക്ലോക്ക് സ്പ്രിങ് നമ്മൾ അയച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചതിന് ശേഷം സ്റ്റീറിംഗ് വീല് മാറ്റി വയ്ക്കുക. അതിനുശേഷം ക്ലോക്ക് സ്പ്രിങ് അയച്ച് മാറ്റണം. അപ്പോൾ നമ്മൾ ക്ലോക്ക് സ്പ്രിങ് അഴിക്കണം. അപ്പോൾ അതിൻ്റെ 2 കപ്ലർ ഉണ്ടായിരിക്കും, 2 സോക്കറ്റ് ഉണ്ടായിരിക്കും. അത് അഴിച്ച് മാറ്റിയതിന് ശേഷം
3 ലോക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈഡാക്കാനുള്ളൂ. ഈ സൈഡിലുണ്ടായിരിക്കും, നേരെ മുകളിലുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്പ്രിങ് അവിടെ മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒരിക്കലും തിരിയരുത്. ഒന്നെങ്കിൽ എങ്ങനെയും ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണ്, ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തിന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടോ. മഞ്ഞിത്തട മാറ്റിയേക്കാം. അതിന് ശേഷം നമുക്കിനി കോമ്പിനേഷൻ സ്വിച്ച് അഴിച്ചെടുക്കണം. ആ കോമ്പിനേഷൻ സ്വിച്ച് അഴിച്ചെടുക്കുന്നതിന് മുന്നേ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് വിടിയിച്ചിടുക. ഇമ്മൊബിലൈസറേക്കുള്ള വയറും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം വിടിയിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ വയറും എല്ലാം അയച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് പുറത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് കോമ്പിനേഷൻ സ്വിച്ച് അയക്കണം. കോമ്പിനേഷൻ സ്വിച്ച് അയക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു സർക്ലിപ്പ് ഉണ്ടായിരിക്കും. സർക്ലിപ്പല്ല, ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ ക്ലിപ്പ് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് വലിച്ചാൽ മതി കേട്ടോ. ഈ ക്ലിപ്പ് ഉണ്ടോ, ഹോസ് ക്ലിപ്പ് പോലത്തെ ക്ലിപ്പ് ഉണ്ടായിരിക്കും. അതൊന്ന് പ്രസ് ചെയ്യുക, ഇതിങ്ങോട്ട് വലിക്കുക കേട്ടോ. അവിടെ ചെറിയൊരു ലോക്ക് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ പോരും. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പൊക്കി കൊടുക്കണം. അപ്പോൾ ഓക്കെ, അത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ആ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിലേക്ക് 2 ലൈൻ ഉണ്ടായിരിക്കും. ആ ലൈനും കൂടി ഒന്ന് അഴിച്ചിടുക. കണ്ടോ, ഇവിടെ ഒരു മോട്ടറിലേക്കുള്ളൊരു ലൈൻ ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് വേറെ ലൈനും കൂടി ഉണ്ടായിരിക്കും. ആ രണ്ട് സോക്കലും കൂടി അയച്ചിടുക. അതിന് ശേഷം നമുക്ക് ഇനി സ്റ്റീറിങ്ങിൻ്റെ കോണം ഫുള്ളായിട്ട് അയച്ചെടുക്കാം. സ്റ്റീറിങ്ങിൻ്റെ കോണം ഫുള്ളായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ 2 ഞെട്ടുണ്ടായിരിക്കും, ഒരു വലിയ 12-ൻ്റെ ബോൾട്ടും ഉണ്ടായിരിക്കും. അതൊന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ സ്റ്റീറിംഗ് ബോക്സിലേക്കുള്ള റാഡ് അഴിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ബോൾട്ട് നമ്മൾ ലൂസാക്കിയിട്ടില്ല. അപ്പോൾ അത് ലൂസാക്കിയിട്ട് ശേഷം ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയാണ് ഒരു ബോൾട്ട് വരുന്നത് കോളത്തിന്. അപ്പോൾ സ്റ്റീറിങ്ങിലേക്ക് പോകുന്ന റാഡ് നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അയച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളത്തിൻ്റെ ബോൾട്ടുകളായിരിക്കും കേട്ടോ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരിക്കും, 12-ൻ്റെ ഞെട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒരെണ്ണം ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഒരു 12-ൻ്റെ ബോൾട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. കുറച്ച് ലെങ്ത്ത് കൂടിയ ബോൾട്ട് ഉണ്ടോ, അത് അഴിച്ചു കഴിഞ്ഞാൽ കോണം ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അത് അഴിക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ ബോൾട്ടെല്ലാം അയച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിലത്തെ ഒരു ഒറ്റ ബോൾട്ട് മാത്രം അയച്ചെടുത്താൽ നമുക്ക് കോണം പുറത്തേക്ക് എടുക്കാം കേട്ടോ. ആ ഉള്ളിലത്തെ ഒരു ബോൾട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കോണൊക്കെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതാണ് സ്റ്റീറിങ്ങിൻ്റെ കോളം, മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇത് ഡിസ്മാൻഡ് ചെയ്യണം. ഇതിനകത്താണ് ആ ഗിയർ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ മോട്ടർ അയക്കണം. മോട്ടർ അയക്കണമെന്നുണ്ടെങ്കിൽ 2 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ആ മോട്ടറിന് 2 ബോൾട്ട് ഉണ്ടായിരിക്കും, 12-ൻ്റെ ബോൾട്ട് ഈ 2 പിന്നെ ഉള്ളത് ഈ ഒരു 10-ൻ്റെ 2 ബോൾട്ടും അത് അഴിക്കുക. അതിന് ശേഷം സ്റ്റീറിങ്ങിലേക്ക് പോകുന്ന റാഡ് ഉണ്ടല്ലോ, അത് അഴിച്ച് മാറ്റണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സർക്ലിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മോട്ടർ അഴിച്ച് മാറ്റണം. മോട്ടർ അഴിച്ച് മാറ്റാം കേട്ടോ. ആ 12-ൻ്റെ ബോൾട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2 12-ൻ്റെ ബോൾട്ട് അഴിക്കുക. ആ മോട്ടർ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ പോരും. അതാണ് മാറ്റി വയ്ക്കുക കേട്ടോ. അതിന് നമുക്കൊരു കളിയില്ല, മോട്ടറാണ് മാറ്റി വയ്ക്കുക. അപ്പോൾ 2 ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഞാൻ മോട്ടർ വലിച്ചെടുക്കാൻ പോകണേ കേട്ടോ. ഇതേപോലെ വലിച്ചെടുത്തിട്ട് ഒരു ഭാഗത്തേക്കാണ് മാറ്റി വയ്ക്കുക. ഒരു കപ്ലർ ഉണ്ടായിരിക്കും, ആ കപ്ലർ വയറിങ്ങനെ അയച്ച് മാറ്റുക.
ഇനി അടുത്തത് നമുക്ക് സ്റ്റീറിങ്ങിലേക്ക് പോകുന്ന റാഡ് ഉണ്ടല്ലോ, അതൊന്ന് അഴിച്ച് മാറ്റണം. അതൊരു 12-ൻ്റെ ബോൾട്ടാണ്, അത് അഴിക്കുക, നേരാണ് പൊക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 10-ൻ്റെ ബോൾട്ട് അഴിക്കാം കേട്ടോ. അതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് മാറ്റിയേക്കണം. അപ്പോൾ 2 ബോൾട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത്, ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ സർക്ലിപ്പ് അഴിച്ച് കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ ആ കവർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സർക്ലിപ്പ് അഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ സർക്ലിപ്പ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ അടിയിൽ ഒരു 3 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 12-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ട് വേണം ആ മുകളിലത്തെ കവറ് മുകളിലേക്ക് പൊക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ 12-ൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്താണ് നമ്മളെ ഗിയർ വരുന്നത്. അടുത്തൊരു ബോൾട്ട് ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ബോൾട്ട് ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇനി അത് ഓരോന്ന് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് മുകളിലേക്ക് പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ആ ഗിയറിനെ കറക്കണ പിനിയം അഴിക്കാതെ ഉണ്ട് അഴിച്ചെടുക്കണത്. അപ്പോൾ തട്ടി കൊടുത്തിട്ട് അഴിക്കണം. ഒരു വുഡൻ ഹാമർ വെച്ചിട്ട് തട്ടി കൊടുക്കുക. ആ ബെയറിങ് ചെറിയ പിടുത്തുണ്ടായിരിക്കും. അപ്പോൾ ബോട്ടുകളെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ അത് പതിയെ തട്ടി കൊടുക്കാം കേട്ടോ മുകളിലേക്ക്. ആ വുഡൻ ഹാമർ വെച്ചിട്ടാണ് തട്ടി കൊടുക്കുന്നത്. മറ്റേ ഹാമർ വെച്ചിട്ട് ഓവറായി തട്ടരുത്. അത് ചിലപ്പോൾ പൊട്ടാല കേസ് ചിലപ്പോൾ പൊട്ടും. അതുകൊണ്ടാണ് വുഡൻ ഹാമർ വെച്ചിട്ട് തട്ടി കൊടുക്കുന്നത്. പതിയെ തട്ടി കൊടുക്കുമ്പോൾ പോരുന്നുണ്ടോ? പതിയെ തട്ടി കൊടുത്തിട്ട് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി കേട്ടോ. വലിച്ചെടുക്കണ്ട, തട്ടി കൊടുക്കുമ്പോൾ തന്നെ മുകളിലേക്ക് പോന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കവർ പോകുന്നുണ്ട്. ആ ബെയറിങ് ചെക്ക് ചെയ്യണം കേട്ടോ. ബെയറിങ് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ബെയറിങ് സ്റ്റെക്ക് ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് വൈറ്റ് ഗിയർ. അപ്പോൾ ഈ ഗിയറിലെ പഴയ ഗ്രീസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ആ പഴയ ഗ്രീസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഗിയറിലുണ്ടല്ലോ അതിലൊരു എമരി പേപ്പർ വെച്ചിട്ട് പതിയെ അങ്ങനെ ഉരച്ചു കൊടുക്കണം. അത് പഴയ ഒരു കറക്റ്റായിട്ട് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ടീത്തിലും ഉരച്ചു കൊടുക്കണം കേട്ടോ. ഉരച്ച് കൊടുത്തതിന് ശേഷം പുതിയ ഗ്രീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുതിയ ഗ്രീസ് ഇട്ടിട്ടുണ്ട്. ഗ്രീസ് ഇടുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടെ അതിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഒന്നെങ്കിൽ ഗ്രീസ് ഇട്ടതിന് ശേഷം ഓയിലൊന്ന് മിക്സ് കൊടുത്താൽ മതി. ഒലിച്ചിറങ്ങരുത്.